യെസ്, ദാറ്റ് വാസ് എ ട്രെൻഡിങ് സോങ് ഫ്രം ദ മൂവി മിന്നൽ മുരളി. അടിപൊളി പാട്ടാണല്ലേ. പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ട് പോകുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ഉറപ്പെടുത്താനുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്, ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്യും മിന്നലടിക്കും എന്ന് പറഞ്ഞാൽ പോരാ. മിന്നലടിക്കണം, അത് എൻ്റെ ദേഹത്ത് തന്നെ അടിക്കും. എനിക്ക് സൂപ്പർ പവർ കിട്ടണം. അങ്ങനെ നാട്ടിലും വീട്ടിലും ഉണ്ടായി എൻ്റെ പേര് മാറ്റിയിട്ട് എനിക്ക് സൂപ്പർ പവർ മിന്നൽ മുരളിയായിട്ട് എനിക്ക് ജീവിതം മുന്നോട്ട് നയിക്കണം. നല്ല രീതിയിൽ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കിയിട്ട് മിന്നലടിപ്പിച്ചേക്കണേ, മിന്നിച്ചേക്കണേ. എങ്ങനെയുണ്ട് അച്ഛാ? കണ്ടു, ബോധ്യമായി. നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അപ്പൊ നേരിട്ട് കണ്ട് ആ സത്യം ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് സമാധാനമായി. എന്താ കാര്യം പറ. എടാ, നാണാവൂലടാ നിനക്ക്? ജോലിക്കും പണിക്കും പോകാണ്ട് കണ്ട കോപ്രാന്റെ വേഷവും കാണിച്ച് അവൻ നടക്കേണ്. എടാ, എന്റെ മകളെ കെട്ടിച്ചു തന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളൂ. ഈ അച്ഛൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവണില്ല. എടാ, അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകളിൽ പെണ്ണുങ്ങളുണ്ടാ. അതിന് എന്റെ മകളെ നീ വിധേയാക്കോ? എന്റെ അച്ഛാ, ഞാൻ അവളെ പൊന്നു പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാ. അവൾ എന്നെയും അങ്ങനെ കണ്ട പെണ്ണുങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും എന്റെ സൗന്ദര്യം കണ്ട അവൾ കയറി വന്നു. ഞാനങ്ങ് വിളിക്കുമ്പോഴത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കണവളല്ല ഞാൻ. അങ്ങനെ ഓർത്ത് അച്ഛന്റെ മോള് വിധവയാവുന്ന കരുതും വേണ്ട. അയ്യോ, അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ ഈ വേഷം കണ്ട ആരെങ്കിലും നിന്നെ തല്ലിക്കൊല്ലും. അങ്ങനെ എന്റെ മോള് വിധവയാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛൻ അങ്ങനെ പറയരുത്. അച്ഛനൊരു കാര്യം അറിയാമോ? ഇന്ന് മിന്നലടിക്കും മഴ പെയ്യുന്നൊക്കെ പറഞ്ഞാൽ ആ മിന്നലിന് എനിക്കിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സൂപ്പർ പവർ കിട്ടും. സൂപ്പർ പവർ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവും. ഞാൻ കറണ്ട് തമിഴ്നാടിന് മറിച്ച് വിട്ടിട്ട് ഞാൻ കോടീശ്വരനാവും. അപ്പോൾ അച്ഛൻ്റെ മോള് ഞാൻ സുഖമായിട്ട് ജീവിക്കണം. അങ്ങനെ ആഗ്രഹമില്ല അച്ഛനെ സുഖമായിട്ട് ഞങ്ങൾ മിന്നൽ അടിക്കണേക്ക് മുമ്പ് മിക്കവാറും നിന്നെ ഞാൻ അടിക്കേണ്ടി വരും. അതെന്തിനാ ഈ പോക്ക് പോയാലേ? എടാ, എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് അവളെ എന്തൊക്കെയാണ് നിന്നെ പറയണത്? എന്താണ് പ്രശ്നം? അച്ഛന്റെ മോൾ എന്നെ വിളിക്കണത് എന്താണെന്നറിയാമോ? എന്താ വിളിക്കണത്? എന്നെ കിഴങ്ങാന്ന്. നല്ല പേരാണല്ലോ. അച്ഛന്റെ മോളുടെ അമ്മായിമ്മയുണ്ടല്ലോ, അവര് വിളിക്കണോ എന്റെ അമ്മ കഴിവ് കെട്ടവനെ. സത്യത്തിൽ നീ ആരാണ്? കഴിവ് കെട്ടവനാണോ അല്ലെങ്കിൽ കിഴങ്ങനാണോ? കഴിവ് കെട്ട കിഴങ്ങൻ. അങ്ങനെയല്ല എന്ന് എനിക്ക് വരുത്തി തീർക്കണം. ഈ പോക്ക് പോയാ നീ വരുത്തി തീർക്കും. അച്ഛൻ അയ്യോ, എന്റെ അച്ഛൻ. മനുഷ്യൻ, നിങ്ങൾക്ക് നാണമുണ്ട് അച്ഛന്റെ മുമ്പ് ഇങ്ങനെ വന്ന് നിൽക്കാനേ? എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ നൂൽ ബന്ധം പോലുള്ള നടന്നവൻ തന്നെയാണ്. എനിക്കൊരു മാനോ ഇപ്പൊ ഇതിങ്ങനെ ഇട്ട് നടക്കണം. അതിന്റെ അച്ഛന്റെ ഭാഗ്യം നിന്റെ. എന്റെ ദൈവമേ, എന്റെ പൊന്നും കുളത്തിനാണല്ലോടാ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നത്. എന്തൊരു കഷ്ടമാണ് നോക്ക്. പൊന്നുംകുടോ ഇതോ? എന്ത്? ഞാൻ ആ പൊന്നുംകുടത്തിന് ഞാൻ കൺകുളിർക്കെ ഒന്ന് കണ്ടോട്ടെ. ഞാൻ എന്താണോ കുഴപ്പം? അല്ല, ഞാനൊന്ന് കാണട്ടെ. പൊന്നുംകുടത്തിന് ഞാനൊന്ന് കണ്ടോട്ടെ. എന്താന്ന്? അതായത് പണ്ട് ട്യൂട്ടോറിയൽ കോളേജ് പഠിക്കണ സമയത്ത് സാറിന്റെ കൂടെ മലമ്പുഴയ്ക്ക് ടൂർ പോയതാ. അത് മലമ്പുഴ യക്ഷിയുടെ ഇങ്ങനെ ബാക്കിൽ നിന്ന് കൊടയിൽ നിന്ന് ഇവരെ എന്തൊക്കെ കാണിച്ചു വിട്ടെന്ന് അച്ഛൻ അറിയാമോ? ഇവരുടെ അമ്മ, അതായത് നിങ്ങളുടെ ഭാര്യ കിണറ്റിൽ വീണ് കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോവുക. കാലും തലയും പുറത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പെണ്ണുമ്പിളനെ ഐസുവി കയറ്റിയേക്ക. ആ സമയത്ത് ഐസും തിന്നുകൊണ്ട് നിങ്ങളുടെ മോളും ഓട്ടോക്കാരനും സിനിമയ്ക്ക് പോയവരറിയാമോ? അതും ഈ പൊന്നുംകുടത്തിന്റെ കാര്യം പറഞ്ഞു. ആ കേസ് വിട്. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇങ്ങനല്ല പ്രശ്നം. ഇങ്ങനെ കുഴപ്പമില്ല, എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാ. പക്ഷെ ഇങ്ങനെ അമ്മയാ പ്രശ്നം. അവരെന്തെങ്കിലും ഏഷനെ പറയാ, അത് കേട്ടിട്ട് ഇങ്ങനെ എന്നെ അങ്ങ് കൊല്ലാൻ വരെ വരും. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീയാണോ എന്റെ മോളെ താലി കെട്ടിയത് അല്ലെങ്കിൽ നിന്റെ അമ്മയാണോ? എനിക്ക് പറയണം. എന്റെ അമ്മയെ കുറിച്ച് അച്ഛൻ അങ്ങനെ സംസാരിക്കരുത്. എന്താണ് എന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലവാസിയാണ് അച്ഛൻ. അമ്പലവാസിയുടെ കേസ് അവിടെ നിർത്തറ. നീ ഇവിടെ സ്ഥിരമായിട്ട് മർദ്ദിക്കാറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്ന് ഞാൻ മർദ്ദിപ്പിച്ചു. നീ കഴിഞ്ഞ ദിവസം ഇവിടെ കൊരക്കന് കുത്തിപ്പിടിച്ചോ? അച്ഛന്റെ മോളുടെ ആത്മാർത്ഥ അച്ഛന്റെ മോളുടെ ഭർത്താവിന്റെ മനസ്സ് അച്ഛൻ കണ്ടില്ല, ഇവളും കണ്ടില്ല. സംഭവം എന്താണെന്നറിയാമോ? ഈ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ആയി ഞങ്ങളുടെ. വെഡിങ് ആനിവേഴ്സറി ആയി കഴിയുമ്പോൾ എനിക്കൊരു ആഗ്രഹം, സർപ്രൈസ് ആയിട്ട് ഇവർക്ക് ഒരു നെക്ലേസ് മേടിച്ചു കൊടുക്കണം. അപ്പൊ നെക്ലേസിന് അളവെടുക്കാൻ വേണ്ടി എന്നെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര ഇറുക്കം വന്നാൽ അവിടെ ചത്തു. അതുകൊണ്ട് ഇത്തിരി ലൂസാക്കി പിടിക്കാന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അളവെടുത്താച്ചാല്. അളവെടുത്തതാണ്. അതെ അതെ അതെ. കൈക്ക് പിടിച്ച് പിരിച്ചു കൈക്ക് പിടിച്ച് പിരിച്ചതാ. അത് ഞാൻ ഈ നെക്ലേസ് മേടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു നെക്ലേസിന് വില കൂടുതലാണ്. അപ്പൊ അങ്ങനെ 2 വള മേടിച്ചാൽ മതി ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വളയുടെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് കൈക്ക് പിടിച്ച അടച്ച, അല്ലാതെ ഞാൻ അച്ഛന് ഉദ്ദേശിക്കുന്ന കുരുക്കിനെ പിടിച്ചാൽ കഴുത്ത് പിടിച്ച് ഞെക്കിയതല്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച നീ ഇവിടെ കാലേവാരി നിലത്തടിച്ചോ? അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞു 2 വളേനേക്കാളും നല്ല ചെറിയ 2 പാദസരം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ചേട്ടാ. അതിലിപ്പോ ചെറിയ പൈസ കുറവായിരിക്കും, ബഡ്ജറ്റ് ഇല്ലെങ്കിൽ. ഇതന്നെ അതുകൊണ്ട് ഞാൻ കാലെ പിടിച്ചത് അച്ഛാ. ഒരു കാര്യമാണ് അച്ഛന് മനസ്സിലാവണം. എനിക്ക് ഈ മിന്നൽ മുരളിയായിട്ട് നടക്കണല്ലോ. ഒരു പവർ വന്നിട്ട് എനിക്ക് കാശ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അളവെടുക്കാൻ വരാൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊക്കെ മേടിച്ചു കൊടുത്തോ?
എന്റെ കയ്യിൽ കാശുണ്ടോ അച്ഛാ? അപ്പൊ അളവെടുക്കൽ മാത്രമേ നടക്കണുള്ളൂ. അളവെടുപ്പ് മാത്രമേ അപ്പൊ നടന്നിട്ടുള്ളൂ, മേടിക്കൽ നടക്കണല്ലോ. മേടിക്കൽ നടന്നിട്ടില്ല. എടി എന്താണ് ഇവന്റെ തള്ളയുടെ പ്രശ്നം എന്താടി? അങ്ങനെ പറയാം. എന്റെ തള്ള അമ്പലവാസിയാന്ന് ഞാൻ പറഞ്ഞു. അമ്പലം ടു വീട്, വീട് ടു അമ്പലം, അങ്ങനെ നടക്കുന്നത്. എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞ എന്താണ് നീ പറയണത്? നാവ് പൊഴുത്തു. ഞാൻ വികാരാധീനായിട്ട് പറഞ്ഞാണ്. കണ്ണി കൊണ്ടു കുത്തി ആണിത് തൊടട്ടെ ശകലം. കണ്ട മോന് കൊണ്ടുവന്ന് കുറിയിട്ട് എനിക്ക് തന്ന അച്ഛാ. നിനക്ക് കറി എന്താ എന്നെ പറ്റി വിചാരിച്ചത്? എന്താ നീ എന്നെ പറ്റി വിചാരിച്ചത്? തന്ത ഇന്ന് മോളെ വിളിച്ചോണ്ട് ഇറങ്ങിക്കോണം. എന്ത് കാര്യത്തിന്? എന്ത് കാര്യത്തിന്? ഇവിടെ കാണിച്ചു കൊടുത്തത് എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാവോ? എന്റെ ചെറുക്കന് സ്വസ്ഥത കൊടുക്കുന്നുണ്ടോ? വിരളപ്പിടി കളിക്കും ഞാൻ കേട്ടോ. എന്റെ ഈ ചെറുക്കന് പാവപ്പെട്ടവന് എപ്പോഴായാലും നീ ശകല ഒരു ഇച്ചിരി സ്വസ്ഥത കൊടുക്കാൻ വേണ്ടി നീ നിന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ അച്ഛൻ ഇവിടെ നിന്നിട്ട് പോലെ നിങ്ങൾ എന്നെ എന്തൊക്കെയാ തള്ളേ പറഞ്ഞത്? നിന്റെ അച്ഛന്റെ ഉച്ചി അച്ഛന്റെ ഉച്ചി കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ വേറെ എന്താ പറയാൻ പോയത്? അച്ഛൻ ഇവിടെ അത്രയല്ലേ ഉണ്ടായുള്ളൂ. നീ കൊണ്ട് എന്തായാലും നീ ഈ കോരമൊക്കെ കെട്ടി. എടാ ഇങ്ങനെയൊക്കെ നടന്നാലും നീ മിന്നൽ മുരളി ആവൂല. എടി 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 നീ ഇങ്ങോട്ട് പോരടി. അച്ഛൻ പറ. ഇങ്ങനെ നടന്നാലൊന്നും മിന്നൽ മുരളി ആവൂല. ഞാൻ എങ്ങനെ അതിന് നമ്മൾ ചരിത്രം പഠിക്കണം. സ്പൈഡർമാന്റെ കഥ നിനക്കറിയാമോ? സ്പൈഡർമാനെ 8 കാലി കടിച്ചപ്പോഴാണ് അയാൾക്ക് ആ ഒരു സൂപ്പർ പവർ കിട്ടിയത്. ആണോ? ആ. അയ്യോ, നിന്റെ അച്ഛനെ എല്ലാ ചരിത്രവും സയൻസൊക്കെ അറിയാലോടി. എടാ മിന്നൽ മുരളി സിനിമക്കകത്ത് ആ 28 വർഷം എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അത് വളരെ വികാരധീനതയോടെ പറയണം, എന്നാലൊക്കെ സൂപ്പർ പവർ നമുക്ക് വരുള്ളൂ മോനെ. എന്റെ അച്ഛൻ ഞാൻ ഇതിലും വലിയ ഏകാംഗ നാടക മത്സരത്തിൽ ഭയങ്കര ബെസ്റ്റ് ആക്ടറൊക്കെ ആയ ആളാ. ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറത്തുള്ള സാധനം ഞാൻ ചെയ്യും. നീ നോക്കിക്കോ. വളരെ ഇത് പറഞ്ഞോട്ടാ, വികാരധീനായിട്ട് പറയാം. അല്ല, വികാരം വികാരം എന്ന് പറയുമ്പോ സംഭവം വേറെ തിരിഞ്ഞു നിൽക്കണം. 28 വർഷം 28 വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്. ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അത് ശരി. അപ്പൊ 28 വർഷമായിട്ട് നീ ഇത് ഇടാറില്ല. അമ്മ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു സാധനം കളിച്ചു കെട്ടാൻ നോക്കുമ്പോ അമ്മ ഉഴപ്പി കളയണോ? ഞാൻ പറഞ്ഞേക്കാം, ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ ഇടുവോ? ഇടകൊണ്ട് 28 വർഷത്തിന് ശേഷമാണ് ഈ സാധനം ഇവിടെ മുട്ടുന്നത്. താങ്ക് യു. മറ്റേ ഡയലോഗ് പറഞ്ഞില്ല. വേറൊന്നും കൂടെ ഉണ്ടല്ലോ. ആ കടകത്തുന്നേ നാട്ടുകാരെ കടകത്തുന്ന്. പക്ഷെ ഇവരൊന്നും അല്ലടാ ഇതൊക്കെ പറയേണ്ടത്. പഴയകാല നടന്മാരായിരുന്നില്ല എന്ത് ഭംഗിയായിട്ട് ഈ സിനിമ വേറെ ലെവലിൽ നിന്നായിരുന്നു. എന്റെ അച്ഛ, അതെന്റെ സംഭവം ചെയ്താല് ഞാൻ ഈ സാധനം പറഞ്ഞു. പഴയ നടന്മാർ കഴിഞ്ഞ സാധനം കത്തി കയറില്ല. പുതിയ നടന്മാർ വന്നുകൊണ്ടാണ് ഈ സാധനം ഓക്കെ ആയത്. പക്ഷെ അത് പ്രേം നസീർ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കൂടാ. പ്രേം നസീർ പറഞ്ഞാൽ ഗംഭീരം ഒന്നും ആവൂല അച്ഛ. ജട്ടി ഇട്ടിട്ടൊന്ന് പറഞ്ഞു. എനിക്ക് ജട്ടിയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ സ്വതന്ത്രനായിട്ട് പറഞ്ഞ് കളിച്ചു കയറ്റുന്ന ആളാ. സ്വതന്ത്രനായിട്ട് ഞാൻ ചെയ്തോളാം. ആ 28 വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്. ഞാൻ ഇനിയും കാത്തിരിക്കാൻ തയ്യാറാണ്. ഒന്നും ഞാൻ മറന്നിട്ടുമില്ല, ഒന്നും ഞാൻ കളഞ്ഞിട്ടുമില്ല. ഇത് സത്യം സത്യം സത്യം. എന്റെ കൊച്ചുമകളെ എന്റെ അച്ഛൻ ശരിയായി പോയി. മഴക്കുള്ള സമയമായിട്ടാ, ഇടി കൊടുക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. എല്ലാവരും അകത്ത് കയറിപ്പോ. പൊന്നുമനെ, അമ്മക്ക് ആകെ ഒരാളെ ഉള്ളൂ. ഇടി വെട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ അറിവില്ല. നിങ്ങൾ രണ്ടുപേരും അകത്ത് കയറിപ്പോ. ഈ സൂപ്പർ പവർ മൊത്തം എനിക്ക് വേണം. അമ്മ മരണേ എന്നെ പോകുമ്പോ ഓടിയവനെ. നിങ്ങൾ പിന്നെ ഞാൻ ചട്ടി വെച്ച് ഷട്ടിൽ കളിക്കണം. അങ്ങനെയാണ് ഞാൻ ഗോൾ അടിച്ചിട്ട് ഒരു ഇടി വന്നത് ഇത് എഴുതാൻ വയ്യ. വേണ്ട പോകും. അമ്മേ, അയ്യോ അമ്മേ, എന്തു പറ്റി? അമ്മേ, എന്തു പറ്റി?
എനിക്ക് സൂപ്പർ പവർ കിട്ടിയോ? അയ്യോ. ചേച്ചി ഇതെന്നാ പറ്റിയത്? എനിക്ക് സൂപ്പർ പവർ കിട്ടി. എനിക്കാ സൂപ്പർ പവർ കിട്ടിയേ. എനിക്ക് കിട്ടുവാടി. സൂപ്പർ പവർ കിട്ടിയ അച്ഛാ എനിക്ക്. അച്ഛാ എനിക്കും കിട്ടി അച്ഛാ. സൂപ്പർ പവർ. ഇവനെന്താ? അച്ഛാ എടീ അമ്മേ, എന്നാ മോനെ? എനിക്കിത് സൂപ്പർ പവർ കിട്ടി. ആണോ? എനിക്ക് സൂപ്പർ പവർ കിട്ടി. എനിക്ക് സൂപ്പർ പവർ കിട്ടി. രക്ഷയില്ല. അധികം മുക്കണ്ടാ തറ വൃത്തികേടാവും. അച്ഛാ അതാ എനിക്ക് സൂപ്പർ പവർ കിട്ടി. നിനക്കല്ല കിട്ടിയത്, നിന്റെ തള്ളക്കും നിന്റെ ഭാര്യക്കുമാണ് സൂപ്പർ പവർ കിട്ടിയത്. അവർക്കാണ് കിട്ടിയത്. അതെ. അപ്പൊ എനിക്ക് കിട്ടിയില്ലേ? നിനക്കൊന്നും കിട്ടില്ല. എടി എനിക്ക് ഇച്ചിരി സൂപ്പർ പവർ കേട്ടോ. ഞാൻ നിന്റെ ഭർത്താവല്ലേ എടി. എനിക്ക് എടി അമ്മ ഇച്ചിരി സൂപ്പർ പവർ കേട്ടോ. അമ്മയുടെ ഒരേ ഒരു മോനല്ലമ്മ ഞാൻ. എനിക്ക് ഇച്ചിരി സൂപ്പർ പവർ കേട്ടോ അമ്മ. അയ്യോ ഞാൻ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഇച്ചിരി സൂപ്പർ പവർ താ. പിടിച്ചോ.